വേണ്ടി വന്നാൽ പ്രിൻസിപ്പളിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ലാത്തി ചാർജ് നടന്നതെന്ന് വരുത്തണം. ഏയ് പേടിക്കൊന്നും വേണ്ട. ആ ഞങ്ങളൊക്കെ പിന്നെന്തിനാ ജനപ്രതിനിധികളായിട്ടിരിക്കുന്നത്? ശരി, ഓക്കെ. മിക്ക കോളേജുകളിലും പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. ഇതത്ര നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും അടുത്തു തന്നെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും തെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥിതിക്ക്. ആ തിരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നാണ് പ്രതിപക്ഷം കൊട്ടിഘോഷിക്കുന്നത്. അവര് പറയുന്നത് ഏറെക്കുറെ ശരിയാണെങ്കിലും അങ്ങനെ വിടുന്ന അപകടമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയൻ ഭരിക്കുന്ന കോളേജുകളിൽ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് വരുത്തണം. അവർ നാട് ഭരിക്കാൻ ഇറങ്ങിയാലും ഇതാണ് സംഭവിക്കുകയെന്ന് പത്രങ്ങളിൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്നാലേ പ്രതിപക്ഷത്തിന്റെ മാറിയ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് വീണ്ടും ജയിക്കാനാവൂ. അതിനുവേണ്ടി നമ്മുടെ പിള്ളേരെ ഇളക്കി വിടണം. ആവശ്യമുള്ള സഹായങ്ങളെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ ചെയ്തു തരും. വിദ്യാഭ്യാസം അല്പം പൊളിഞ്ഞാലും സാരമില്ല, നമ്മൾ ജയിക്കണം. തെറ്റ് നമ്മൾ ചെയ്താലും എതിർകക്ഷികൾ ചെയ്തതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിലാണ് മിടുക്ക്. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങളിലൊന്നാണിത്. ജയിച്ച SFK ലീഡറടക്കം 9 പേർ ആശുപത്രിയിലാണ്. സാരമായ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ യൂണിയൻ നേതാവടക്കം 17 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി വിജയാഹ്ലാദത്തിൽ മതിമറന്ന SFK-കാരാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നും അവരാണ് പോലീസിന് നേരെ ഏറുപടക്കമെറിഞ്ഞ് ഒരു ലാത്തി ചാർജിന് വഴിയൊളിയിച്ചതെന്നും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കണം. ശരി സാർ. മാത്രമല്ല, പാവപ്പെട്ട വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചതിന് പോലീസിനെതിരെ പ്രതിഷേധിക്കണം, പ്രകടനം നടത്തണം. ശരി. പിന്നെ നിങ്ങളുടെ കോളേജിലാണ് പാർട്ടിക്ക് ഇത്രയും ദയനീയമായ പരാജയം സംഭവിച്ചത്. കോളേജ് യൂണിയനിൽ SFK-കാർക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം എന്ത് വന്നാലും കോളേജിൽ സമാധാനം ഉണ്ടാവരുത്. പഠിത്തം മുടക്കണം, സ്റ്റുഡൻസിന് മടുക്കണം. അതിന് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണം കേട്ടോ. അതൊക്കെ ഞങ്ങളേറ്റു. സമരം ചെയ്യാനാണോ കാരണങ്ങളില്ലാത്തത്? പ്രീ ഡിഗ്രി ബോർഡ്, ഹാൾ ടിക്കറ്റ് പ്രശ്നം, സിലബസ് ഇല്ലാത്ത ചോദ്യങ്ങള്, മാർക്ക് ലിസ്റ്റ് കേസ്, ജാനകിയമ്മ കമ്മീഷൻ, അങ്ങനെ എന്തെല്ലാം കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ കൂടുതലായൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പരാജയം അടുത്ത വർഷത്തെ വിജയമാക്കി നമുക്ക് മാറ്റണം. അവിടെയില്ല, ഇവിടെ. ഞാൻ മിനിയെ നോക്കുകയായിരുന്നു. അതെ അതെ, ഞാൻ കണ്ടു. ഞാനിവിടെ വടി പോലെ നിൽക്കുമ്പോ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ നോക്കാനല്ലേ പിന്നെ ദൈവമായി കണ്ണെന്ന് പറയുന്ന സാധനം തന്നിരിക്കുന്നത്. പക്ഷെ കണ്ണുണ്ടെന്നും പറഞ്ഞ് കോളേജിൽ നിന്ന് പഠിപ്പിക്കാതെ പെൺപിള്ളേരെ നോക്കി ഇരുന്നാലേ പിള്ളേര് സാറിന് മര്യാദ പഠിപ്പിക്കും. സാറ് കയറട്ടെ. എങ്ങോട്ടാ? സാറിന്റെ പുതിയ താമസ സ്ഥലത്തേക്ക്. എങ്ങനെയുണ്ട്? വീടൊക്കെ കൊള്ളാം, വലിയ വീടാണല്ലോ. നേരത്തെ താമസിച്ചിരുന്ന വാടകക്കാരെ സാറ് വരുന്നെന്ന് അറിഞ്ഞപ്പോ ഒഴിപ്പിച്ചു. ഇതിന്റെ വാടക എത്ര? 1500 രൂപ. എനിക്ക് ആകെ കിട്ടുന്ന ശമ്പളം 1500 രൂപ. എനിക്കറിയാം. ഓ, അപ്പൊ തന്നെ ഒരു വഴിയാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. 1500 രൂപ വാടക ഞാൻ കൊടുത്താ പിന്നെന്താ വായു ഭക്ഷണം കഴിക്കോ? വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണ്ടേ? ആ ചൂടാവാതെ സാറേ. വീട്ടുടമസ്ഥയ്ക്ക് വാടക വേണ്ടെങ്കിലോ? വാടക വേണ്ടെന്നോ? അതെ, ദിസ് ഹൗസ് ബിലോങ്സ് ടു മിസ് മിനിക്കെ നായർ. എനിക്ക് വാടക വേണ്ടെങ്കിലോ? എന്നാലും ദേ, ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മിസ്റ്റർ കരുണാകരൻ നായരോട് സംസാരിച്ചാൽ മതി. അദ്ദേഹമാണ് ഭാവിയിലെ മരുമകനെ ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ഡൈനിങ് റൂം, അത് ബെഡ്റൂം, ഇത് അടുക്കള. ആ, കഞ്ഞിയും കറിയൊക്കെ തൽക്കാലം തന്നെത്താൻ വെച്ച് കഴിക്കേണ്ടി വരും. അല്ല, സാറിന് കോളേജിൽ പഠിക്കുമ്പോഴേ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഒഴിവു ദിവസങ്ങളിൽ ഞാനും കൂടാം ഭക്ഷണം കഴിക്കാൻ. എനിക്ക് ആകെ കൂടെ ഒറ്റ കറിയെ വെക്കാൻ അറിയും. എന്ന് അതും കൂട്ടി ഊണ് കഴിക്കേണ്ടി വരും. എന്ത് കറി? സാമ്പാറെന്നോ പുളിശ്ശേരിയെന്നോ രസമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. തനിക്ക് നിർബന്ധമാണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് സാംബുളിസാം എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ അതിന് വെജിറ്റബിൾ ക്ലമണ്ടോ എന്ന് പറയും. ക്ലമണ്ട സാറ് തന്നെ കഴിച്ചാ മതി. ആ, വുഡ് ബി ഫാദർ ഇൻ ലോ വുഡ് ബി സൺ ഇൻ ലോ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? അതിനെന്താ, കാണാം. എപ്പോ വേണമെങ്കിലും ഞാൻ റെഡി. കോളേജിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. തൽക്കാലം സാറ് പോയൊന്ന് കുളിച്ച് റെഡിയാവും. ചെല്ല്. താമസിച്ചാ ഞാനങ്ങ് പോവും. പിന്നെ വഴിയറിയാതെ ചുറ്റിത്തിരിയേണ്ടി വരും. പെണ്ണാളേ ഇവിടെ നിർത്തിയാ മതി. ഞാൻ കോളേജൊക്കെ ഒന്ന് നടന്ന് കാണട്ടെ. സാറ് വലതുകാലി വെച്ച് തന്നെയാണോ ഇറങ്ങിയത്? ഓ പെണ്ണേ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.